സിനിമകളുടെ പേര് പറയാം. ഒരു അനുഭവം ഉണ്ടെങ്കിൽ പറയാം രണ്ടാളും. സാക്ഷാൽ ഭീഷ്മപർവം. ഭീഷ്മപർവം എനിക്ക് നല്ല ടെൻഷൻ തന്ന സിനിമയാണ്. പർദീസ കുറെ സമയം എടുത്ത് കിട്ടാൻ. അവസാനം ഹോസ്പിറ്റലിൽ ഞാൻ ട്രിപ്പ് ഇട്ടപ്പോ തീർന്നതാണ് അത്. അത് ഭീഷ്മപർവം മാത്രം കാരണമല്ല, ആ സമയത്ത് വേറെ കുറെ പരിപാടികൾ അങ്ങനെ. വേറൊരു പടത്തിൽ ഞാൻ രാവിലെ 10 to 5 വർക്കിംഗ് ഉണ്ടായിരുന്നു, ഒരു വലിയൊരു പടത്തില്. പിന്നെ വേറെ പേഴ്സണൽ പരിപാടികൾ, അങ്ങനെ വർക്ക് കമ്മിറ്റ്മെന്റ്സ്, അങ്ങനെ എല്ലാം കൂടെ എനിക്ക് ഭ്രാന്തായി. ഉറക്കമില്ലായ്മയൊക്കെ വന്ന്, പിന്നെ അവസാനം വയ്യായ്മയും വന്നു. എല്ലാം കൊണ്ടും അവസാനം ഒരു ട്രിപ്പൊക്കെ ഇട്ട് വന്ന് അതിനുശേഷം ഞാൻ മറ്റേ റീബൂട്ട് ആയ പോലെ ആയി. പക്ഷെ അതിനുശേഷം പിന്നെ ഭയങ്കര പ്രൊഡക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. സ്റ്റക്കായതൊക്കെ പെട്ടെന്ന് തീർന്നു. ഈവൻ അതിലെ അടുത്ത പാട്ടും രതിപുഷ്പം പോലും അധിക സമയമില്ലാതെ തീർന്നു. അങ്ങനെ തന്നെ രതിപുഷ്പൊക്കെ പുട്ടുപോലെ പുള്ളി തന്നിട്ടുണ്ടായിരുന്നു. പർദീസ എന്നുള്ള വാക്കിലോട്ട് എത്താൻ നമ്മളൊരു ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയൊക്കെ റെഡി ആയിരുന്നു. അത് ഷൂട്ട് ചെയ്യണം, അവിടെ എന്ത് വരും എന്നുള്ളതായിരുന്നു നമ്മുടെ ഡൗട്ട്. അപ്പൊ ഷൂട്ടും ചെയ്യണം, സിനിമയുടെ ഷൂട്ടും നടക്കുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര ഡെഡ് ലൈൻ ബൗണ്ട് ആയിരുന്നു. കണ്ണൂർ സ്ക്വാഡ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ആ സമയത്താണ് സുഷിൻ ആദ്യം ഇന്റർവ്യൂ ചെയ്തത്. ഒരു കാടിന്റെ തീമാണ് എടുത്തത്. പലതരം ട്രാവൽ സോങ്ങിന്റെ ടൈമായിരുന്നു. അതൊന്നിപ്പോ നെബുലുകളും ആ ടൈമിലാണ് കുറെ ട്രാവൽ സോങ്സ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഇതിന്റെ പേർപ്പസ് പറയാണോ ഓരോ ട്രാവലിന്റെ. എന്റെ ചലഞ്ച് എനിക്ക് നീലാകാശം മുതലേ ട്രാവലിന് മറ്റേ സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ട് കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പക്ഷെ കുറച്ച് പോലീസുകാരുടെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ മാറുമ്പോ നമുക്ക് മൃദുഭാവിയും ആദ്യം നമ്മളെല്ലാരും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം ആദ്യമായിട്ട് കേൾക്കുമ്പം ഒബാക്കാവോ ഇല്ലയോന്ന്. പക്ഷെ എന്നത്തെയും പോലെ തന്നെ അതാണ് ഏറ്റവും കൂടുതൽ ഹുക്കായ ഒരു സ്പേസ്. ഞാൻ ആദ്യം അതൊഴിച്ച് ബാക്കി അതാണ് വിനായകന്റെ പരിപാടി കേട്ടോ. അവന് നമ്മള് ഡൗട്ട് പറയുന്നൊന്നും സാധനം തരില്ല, ബാക്കിയൊക്കെ തരും. അതിനു മുമ്പ് ഞാൻ സംസാരിച്ച് കൺവിൻസ് ചെയ്യും, ഒരു സാധനം വരുന്നുണ്ട്, അത് ആദ്യം കേൾക്കുമ്പോ ഇഷ്ടപ്പെടില്ല, മുൻകൂർ ജാമ്യം എടുക്കുമല്ലോ, അങ്ങനെ പ്രസന്റ് ചെയ്തിട്ടൊക്കെ വേണം അയക്കാൻ. അല്ലെങ്കിൽ ആദ്യം തന്നെ എല്ലാം കൂടെ തെറിക്കും. ചിലപ്പോൾ അതിന് മുമ്പത്തെ ഒരു സറക്കം തെറിക്കും.